ജമ്മു കാശ്മീരിൽ നിന്ന് ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. അവിടെ 2 പ്രാദേശിക ഭീകരർ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് തോക്കുകളും ഗ്രനേഡും കണ്ടെടുത്തു കഴിഞ്ഞു. അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം ഇപ്പോഴും തുടരുന്നു എന്ന വാർത്ത. തുടർച്ചയായ 13ാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഈ ഭീകരാക്രമണത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ പഹൽഗാം പോലീസ് സ്റ്റേഷനിലെ SHOയെ സ്ഥലം മാറ്റിയെന്ന വാർത്ത കൂടിയുണ്ട്. പഹൽഗാമിൽ നിന്ന് നമുക്കൊപ്പം ശ്രീനഗറിൽ നിന്നാണ് ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ശ്രീ ബൽറാം, ഗുഡ് മോർണിംഗ്. പൂര ആശംസകൾ താങ്കൾക്ക്. നമ്മുടെ കേരളത്തിൽ പൂരത്തിൻ്റെ ശക്തിയിലും കരുത്തിലുമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. താങ്ക് യു. അതേസമയം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഉള്ള സാഹചര്യങ്ങൾ അത് ജമ്മു കശ്മീരിൽ പ്രാദേശിക ഭീകരർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. മറ്റ് നടപടികൾ ഉൾപ്പെടെ പുരോഗമിക്കുന്നു. വീടുകളിലുള്ള തെരച്ചിൽ, കസ്റ്റഡിയിലെടുക്കൽ, ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ഈ വാഹനങ്ങളിലെ പരിശോധനകൾ അടക്കം കർശനമായി തുടരുകയാണ് കഴിഞ്ഞ 14 ദിവസമായി. അതിനിടെയാണ് ഇന്ന് പുലർച്ചെ 2 പ്രാദേശിക ഭീകരർ കൂടി പിടിയിലായിരിക്കുന്നത്. ബദ്ഗാമിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് 2 ഭീകരർ പിടിയിലായിരിക്കുന്നത്. ഇവരിൽ നിന്നും 2 പിസ്റ്റലുകളും 15 തിരകളും ഒപ്പം തന്നെ ഒരു ഗ്രനേഡും കണ്ടെത്തിയിട്ടുണ്ട്. ചൈനീസ് നിർമ്മിതമായ ഗ്രനേഡാണ് ഇവരിൽ നിന്നും പിടികൂടിയിരിക്കുന്നത് എന്നാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഇവരുടെ മറ്റ് വിവരങ്ങൾ പോലീസ് ഇതുവരെയും പങ്കുവച്ചിട്ടില്ല. ഇവരിൽ നിന്നും ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രാദേശിക ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അതേസമയം അതിർത്തിയിൽ പാകിസ്ഥാൻ ഇപ്പോഴും പ്രകോപനം തുടരുകയാണ്. ഇന്നലെ രാത്രിയും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ സൈന്യം വെടിയുതിർത്തു. 8 പോസ്റ്റുകൾക്ക് നേരെയാണ് വെടിയുതിർത്തത്. അത് കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, മെന്ദർ, നൌഷേര, സുന്ദർബനി, അഖ്നൂർ എന്നീ പോസ്റ്റുകൾക്ക് നേരെയാണ് പാക് സൈന്യം സ്മോൾ ആംസ് ഉപയോഗിച്ച് വെടിയുതിർത്തത്. അതിന് തക്കതായ തിരിച്ചടി തന്നെ ഇന്ത്യൻ സൈന്യം നൽകിയിട്ടുണ്ട്. അതേസമയം തുടർച്ചയായി 12ാം ദിവസമാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇന്ത്യൻ പോസ്റ്റുകളെ ലക്ഷ്യം വെച്ച് വെടിയുതിർക്കുന്നത്. ഇത് ഒരു പ്രകോപനം സൃഷ്ടിക്കാൻ മാത്രം ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള നടപടി എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിന് തക്കതായ മറുപടി നൽകാനാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ തീരുമാനം. എന്നാൽ ഇത്തരത്തിലുള്ള പ്രകോപനം തുടരുകയാണെങ്കിൽ കനത്ത തിരിച്ചടി തന്നെ നൽകാനാണ് സൈന്യത്തിന് ഉന്നത നേതൃത്വത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അതേസമയം ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുന്നതിനിടെ പഹൽഗാമിലെ SHO ആയിരുന്ന റിയാസ് അഹമ്മദിനെ അനന്ത്നാഗിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. ക്യാമ്പിലേക്കാണ് ഇയാളെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. പകരം പിർ ഗുൽസർ അഹമ്മദിനെയാണ് പഹൽഗാമിലെ പുതിയ SHO ആയി നിയമിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് 4 പോലീസുകാർക്ക് കൂടി ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റ ഉത്തരവ് പോലീസ് സൂപ്രണ്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടല്ല ഈ നടപടി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതേസമയം ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട NIAയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ 90 പേരെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രധാനമായും ഈ ഭീകരവാദികൾക്ക് ലഭിച്ചിരുന്ന പ്രാദേശിക സഹായവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തന്നെയാണ് പുരോഗമിക്കുന്നത്. അത് ഈ നിലവിലിപ്പോൾ കാട്ടിൽ ഒളിച്ചു കഴിയുന്ന ഭീകരവാദികളെ പിടികൂടുന്നതിനും അത് നിർണായകമാകും എന്നാണ് ജമ്മു കശ്മീർ പോലീസും രാഷ്ട്രീയ റൈഫിൾസും NIAയും കണക്കാക്കുന്നത്. ഈ ഭീകരർക്ക് ഒപ്പമുണ്ടായിരുന്ന 2 പേർ ഈ ആക്രമണം നടക്കുന്നതിന് മുമ്പായി തന്നെ അവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇടയിലേക്ക് നുഴഞ്ഞു കയറിയതായും അവരോടൊപ്പം അടുത്ത് ഇടപഴകിയിരുന്നതായും പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ യഥാർത്ഥ പദ്ധതി എന്തായിരുന്നു, മറ്റെവിടെയെങ്കിലും ഇവർക്ക് ആക്രമണം നടത്താൻ ആസൂത്രണം നടത്തിയിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നീണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് ശ്രീനഗറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.